ഇന്ത്യൻ ദേശീയതയെ നയിക്കുവാൻ ഇന്ന് ഇന്ത്യയിൽ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. കാവിയുടെ നിറം ഓൾമോസ്റ്റ് പൂർണ്ണമായിരിക്കുക. ഒരു പൊട്ടുപോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിറവും ചിഹ്നവും നമുക്ക് കാണുവാൻ സാധിക്കും. ആ മൂല്യച്യുതിയുടെ കാരണം ആലപ്പുഴയുടെ MPയും സംഘടനകാര്യ ജനറൽ സെക്രട്ടറിയുമാണ് എന്ന് ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറയും. K.C. Venugopal ഒരു gangster ആണ്. He is a gunda. He is a gangster. Gangster which I have pronounced in the full sense with all commitment because I know what the bloody hell he is doing. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയില്ല. അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല, K.C. Venugopal അറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ കോൺക്ലേവ് നടക്കുന്ന വേദിയിലാണ് ഗാങ്സ്റ്ററെ പോലും നാണിക്കുന്ന രീതിയിൽ 4-5 യൂത്ത് കോൺഗ്രസ്സുകാരെ വാടകയ്ക്കെടുത്തുകൊണ്ട് അവിടെ പോയി കെട്ടിമേനേന് ഊരിയിട്ട് പ്രതിഷേധം. ഈ നാട്ടിൽ നമ്മുടെ റൗഡികളെ കണ്ടിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളിനോട് കുറച്ച് പൈസ ചോദിക്കും, തരത്തില്ലെന്നുണ്ടെങ്കിൽ വരട്ടി നോക്കും. പിന്നെ അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഭാഗത്ത് പോയി തുണി കാണിക്കുക. ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരുമ്പോൾ താങ്ങും തണലുമായി നിൽക്കേണ്ട പ്രതിപക്ഷം ഒരു വിധ്വംസക ശക്തിയായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യയുടെ ടെറിട്ടറിയിലും വർക്ക് ചെയ്യുന്നത്. ശ്രീ ശശി തരൂർ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. നേഷൻ ഫസ്റ്റ്, നോട്ട് ദ കോൺഗ്രസ് ഫസ്റ്റ്. അത് അദ്ദേഹം BJPയിലേക്ക് വരാൻ മോഡിയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കറിയില്ല അദ്ദേഹം എങ്ങനെയാണ് ഈ പാർട്ടി തുടരുന്നതെന്ന് അറിയില്ല. തലേദിവസം വരെ കോൺഗ്രസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് എന്തുകൊണ്ട് BJPയിലേക്ക് കയറി എന്നുള്ളത് സമൂഹത്തിൽ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹമാണ് എല്ലാം എന്ന് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കൂട്ടം. അങ്ങനെ നമുക്കൊരു ആൾക്കൂട്ടമായിട്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഇനിയുള്ള കാലമെങ്കിലും ഒരു സ്വതന്ത്രമായ സ്വച്ഛന്ത വായു ശ്വസിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. KPCC ഇൻഡസ്ട്രി സെൽ ചെയർമാൻ ആയിരുന്ന അഡ്വക്കേറ്റ് കിഷോർ ബാബു കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയതെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരു കൂറുമാറ്റത്തിന്റെ കാരണം അല്ലെങ്കിൽ കൂടുമാറ്റത്തിന്റെ കാരണം എന്തായിരുന്നു? കോൺഗ്രസിൽ നിന്ന് 4 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസിൽ ആയിരുന്ന ആളാണ്. എന്തുകൊണ്ടാണ് BJPയിലേക്ക് എത്തിയത്? കൂറുമാറ്റവും കൂടുമാറ്റവും ഏത് വാക്കാണെന്നുണ്ടെങ്കിലും നിലവിൽ ഞാനൊരു BJP പ്രവർത്തകനാണ്. തീർച്ചയായും 40 വർഷക്കാലത്തെ വിശിഷ്ട സേവ മെഡല് കഴിഞ്ഞ ജനുവരി മാസം 19-ാം തീയതി ഒരു UDF കോൺക്ലേവ് നടത്തി കഴിഞ്ഞ ശേഷം ആലപ്പുഴ MPയുടെ വസതിയിൽ ചെന്നപ്പോൾ എനിക്ക് വിശിഷ്ട സേവ മെഡൽ കിട്ടി. അപ്പോൾ കൂടുതൽ ഇനി ഇതിനകത്ത് സേവനം ചെയ്ത് കഴിഞ്ഞാൽ ഇനി പരമവീര ചക്രം മരണാനന്തര ബഹുമതി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യൻ ദേശീയതയെ നയിക്കുവാൻ ഇന്ന് ഇന്ത്യയിൽ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. കോൺഗ്രസിൻ്റെ പ്രസക്തി ദൈനംദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അതിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ കാവിയുടെ നിറം ഓൾമോസ്റ്റ് പൂർണ്ണമായിരിക്കുകയാണ്. ഒരു പൊട്ടുപോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിറവും ചിഹ്നവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ മൂല്യച്യുതിയുടെ കാരണം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നയിക്കുകയും അതിന് നിർദ്ദേശങ്ങളും അതിന് മാർഗദർശനവും കൊടുക്കുന്ന ആലപ്പുഴയുടെ MPയും സംഘടനകാര്യ ജനറൽ സെക്രട്ടറിയുമാണ് എന്ന് ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറയും. കാരണം അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ 40 വർഷത്തെ കാലത്തോളം പ്രവർത്തിച്ചതിൽ 20 വർഷക്കാലം അദ്ദേഹത്തോട് സജീവമായി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ KSU പ്രസ്ഥാനത്തോടൊപ്പവും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പവും ഒരു നിഴൽ പോലെ അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ കാലത്തുണ്ടായിരുന്ന ആർജവവും അതിനുശേഷം ഇപ്പോൾ നിലനിൽക്കുന്ന അസ്തിത്വവും രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ വീണ്ടും ഈ നേതൃത്വത്തെ നയിക്കുവാൻ അദ്ദേഹം തന്നെയാണ് പടനായകനായി നിൽക്കുന്നതെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മൂല്യച്യുതിയിൽ നിന്നും നാശത്തിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ രാജ്യ ഉപകാരപ്പെടുന്ന ഒരു നിയമനിർമ്മാണം നടത്തുന്നതിൽ രാഷ്ട്രീയ സങ്കുചിതമായ മനസ്ഥിതികളെ മാറ്റിവെച്ചുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ശ്രീ ശശി തരൂർ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. അദ്ദേഹം 4-ാം പ്രാവശ്യം കോൺഗ്രസിൻ്റെ MP ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും നേഷൻ ഫസ്റ്റ്, നോട്ട് ദ കോൺഗ്രസ് ഫസ്റ്റ്, നോട്ട് ദ പാർട്ടി വിച്ച് I am belongs is the first. നേഷൻ ഫസ്റ്റ് എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം പലപ്പോഴും പല ശ്രദ്ധേയമായ ദേശീയ വിഷയങ്ങളിലും അദ്ദേഹം എടുത്തുള്ളത്. അത് അദ്ദേഹം BJPയിലേക്ക് വരാനോ മോഡിയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കറിയില്ല അദ്ദേഹം എങ്ങനെയാണ് ഈ പാർട്ടി തുടരുന്നതെന്ന് അറിയില്ല. ഇത്രയും നികൃഷ്ടമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയിട്ടും പിന്നെ അദ്ദേഹം തുടരുന്നത് അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം. പക്ഷേ വാട്ട് ഐ മീൻ ടു സേ ഈസ് ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരുമ്പോൾ അതിന് താങ്ങും തണലുമായി നിൽക്കേണ്ട പ്രതിപക്ഷം ഒരു വിധ്വംസക ശക്തിയായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയുടെ ടെറിട്ടറിയിലും വർക്ക് ചെയ്യുന്നത്. K.C. Venugopal ഒരു ഗാങ്സ്റ്റർ ആണ്. അല്ല, ഞാൻ ആ പദപ്രയോഗം ചെയ്തതിൽ ബഹുമാന്യായ മണിശങ്കർ അയ്യർ 3-4 ദിവസം മുമ്പ് കേരളത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മനോവിഷമത്തോടുകൂടി, കാരണം അദ്ദേഹത്തെ പോലെ സീനിയറായ നേതാവിനെ
ഈ ACC ജനറൽ സെക്രട്ടറി സംഘടനകാരെ ചാർജുള്ള ആലപ്പുഴ MP കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഈസ് എ ഗുണ്ട. അത് ഞാൻ തിരുത്തി. ഒരു ഇൻ്റർവ്യൂവിൽ ആരുമായിട്ടാണ് ഞാൻ ഓർക്കുന്നില്ല, ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് തിരുത്തി. KC വേണമല്ല അങ്ങനെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ആളല്ല. ഒരു ഗുണ്ട എന്ന് പറയുന്ന സാമാന്യ ഭാഷയിൽ വിവക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമല്ല. ഹീ ഈസ് എ ഗാങ്സ്റ്റർ. Gangster which I have pronounced in the full sense with all commitment because I know what the bloody hell he is doing. ഏറ്റവും അവസാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കും അറിയില്ല. ഇന്ത്യയിലെ ഡേറ്റ ബാങ്ക് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല, KC വേണുഗോപാൽ അറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആഗോള നിലവാരത്തിലുള്ള 4ാമത്തെ സമ്മേളനമാണിത്. ആദ്യത്തെ സമ്മേളനം UK നിന്നും, പിന്നീട് ഉത്തര കൊറിയയിൽ നിന്നും, പിന്നീട് മറ്റേതൊരു രാജ്യത്തു നിന്നും, 4ാമതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. 40-ൽ പരം രാഷ്ട്ര നേതാക്കന്മാർ, ഐദർ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി അലോങ് വിത്ത് ബ്യൂറോക്രാറ്റ്സ്, അംബാസിഡേഴ്സ്, XYZ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് വന്ന്, ഡൽഹി നമ്മുടെ തലസ്ഥാനത്ത് വന്ന് AI എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചെങ്കിലും ഇവർ ധരിക്കണമായിരുന്നു. AI തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് സെമി കണ്ടക്ടേഴ്സ് വരുന്നത്. സെമി കണ്ടക്ടേഴ്സ് സിലിക്കോൺ വാലിയിൽ നിന്നും ആ ഭൂപ്രദേശത്തു നിന്നും മാറ്റി ഇന്ത്യൻ മണ്ണിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ലോകം എല്ലാ കാലഘട്ടങ്ങളിലും ഓരോരോ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട്. ലോകത്തിൻ്റെ വികസനവും ലോകത്തിൻ്റെ പരിവർത്തനവും ഓരോ വിപ്ലവങ്ങൾ കൂടിയാണ്. ആ വിപ്ലവം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ വിപ്ലവങ്ങളല്ല, കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വിപ്ലവം. ഒരു കാലഘട്ടത്തിലുണ്ടായ വ്യാവസായിക വിപ്ലവം, ആ കൃഷിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വ്യാവസായിക വിപ്ലവം നടന്നപ്പോൾ കിട്ടിയ തൊഴിലവസരങ്ങൾ, ആളുകൾക്ക് ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുണ്ടായ മാർഗ്ഗം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഒരു റെവല്യൂഷൻ മോഡുണ്ടാകും. ദ മൂഡ് ഓഫ് ദി മൈൻഡ് എന്ന് പറയും. ഇപ്പോഴത്തെ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ കുട്ടികൾക്കായാലും ശരി, മുതിർന്ന ആളുകൾക്കായാലും ശരി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ കോൺക്ലേവ് നടക്കുന്ന വേദിയിലാണ് ഗാങ്സ്റ്ററെ പോലും നാണിക്കുന്ന രീതിയിൽ 4-5 യൂത്ത് കോൺഗ്രസ്സുകാരെ വാടകയ്ക്കെടുത്തുകൊണ്ട് അവിടെ പോയി കെട്ടിമേനേന് ഊരിയിട്ട് പ്രതിഷേധം. ഈ ചില നാട്ടിൽ നമ്മുടെ റൗഡികളെ കണ്ടിട്ടില്ല. അവർ ചിലപ്പോൾ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളിനോട് കുറച്ച് പൈസ ചോദിക്കും, തരത്തില്ലെന്നുണ്ടെങ്കിൽ വരട്ടി നോക്കും, വരട്ടിനകത്ത് മീനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വാതിൽക്ക് പോയി തുണി ഉരി കാണിക്കുക. ദ സെയിം വേ. ഇതൊന്നും ഡൽഹിയിലുള്ള രാഷ്ട്രീയക്കാർ പഠിപ്പിച്ചതോ ഇംപ്ലിമെൻ്റ് ചെയ്തതോ അല്ല. ഇത് കേരളത്തിലെ KSU പ്രസ്ഥാനം പണ്ട് മുതലേ ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ഏറ്റവും അവസാനം ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെയ്ത് കണ്ടില്ലേ? ശസ്ത്രക്രിയ പോയിട്ടോ സിസേഴ്സ് വയറ്റിനുള്ളിൽ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട സമരത്തിൻ്റെ രീതിയില്ലേ? അതല്ല, ഹോസ്പിറ്റലിൽ കിടന്നാണ് അവര് സമരം നടത്തിയതും. അല്ല, അതിൻ്റെ വേ ഓഫ് ഡൂയിങ്, അതിന് പരിഹാരം ഉണ്ടാക്കണം. തെറ്റായ കാര്യമാണ് ചെയ്തത്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ നിയമത്തിന് അനുശാസിക്കുന്ന രീതിയിലുള്ള സമര മുറകളുണ്ട്, സമരക്രമങ്ങളുണ്ട്, സമര നീതിയുണ്ട്. ഇത് സമരാഭാസം കരുതി ഒരു മീഡിയ അറ്റൻഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഗോഗോ വിളിക്കുമ്പോൾ അവർക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. IPCയിലെ നിഹിതമായിട്ടുള്ള നിയമം അനുസരിച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും, അകത്തും ഒരു വീരപരിവേഷം എടുത്തിട്ട് പുറത്തും. ഇതിൻ്റെ സെയിം ഫോട്ടോകോപ്പിയാണ്. വളരെയധികം ചർച്ചയായ ഒന്നായിരുന്നു ടീഷർട്ട് ഇട്ടുള്ള. അല്ല, ഇതിൻ്റെ സെയിം ഫോട്ടോകോപ്പിയാണ് ഡൽഹിയിൽ നടന്നത്. അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ്, അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കിട്ടാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളൊരു മാനസികാവസ്ഥ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആലപ്പുഴ MP ഉണ്ടായിരുന്നെങ്കിൽ അവർ തീരുമാനമെടുക്കുമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിളിച്ച കോൺക്ലേവിൽ, ആ മീറ്റിങ്ങിൽ, ആ സമ്മേളനത്തിൽ ടാറ്റയും ChatGPTയും തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻറ്റ് $10,000 കോടി വ്യാവസായിക കരാറാണ്. ആ വ്യാവസായിക കരാർ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന സാമ്പത്തിക അഭിവൃദ്ധി എന്നാണ്. ഞാൻ ഒരു പാക്കേജ് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ലോക നേതാക്കന്മാരായി അറിയപ്പെടുന്ന ഈ മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ലോക നേതാക്കന്മാരായി അറിയപ്പെടുന്ന 60ഓളം കമ്പനികളുടെ CEOമാരുമായി 1-to-1 ബിസിനസ് മീറ്റ് നടത്തി അവരുമായി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന അതിവിശാലമായ അതിസങ്കീർണമായ ഒരു സമ്മിറ്റിൻ്റെ ഇടയിലാണ് ഈ
കഞ്ഞി കൊണ്ടുവന്ന് അഴുക്കിടുന്നത് പോലെ ഈ അഭ്യാസം കാണിക്കുന്നത്. അത് എന്തെങ്കിലും ന്യായീകരണമോ എന്തെങ്കിലും ന്യായം നമുക്ക് അവർക്ക് പറയാൻ പറ്റുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പ് ലൈൻ ഉണ്ട്. ലോകാരാധനായ നരേന്ദ്രമോദി ഒരിക്കലും വേൾഡിൻ്റെ ഒരു വിഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്താണെന്നറിയാവോ? ലോകത്തെങ്ങോ സംഭവിച്ചിട്ടില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ 340 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇതൊരു കരിക്കുലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ കരിക്കുലം ഫോർ ദി അപ്കമിങ് സ്റ്റുഡൻസ്. ഈ കുട്ടികൾ പഠിച്ച് പാസ്സായി വരുമ്പോൾ അവർക്ക് ചേക്കാറുവാനായി വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, ഈ കേരളത്തിലെ മിക്കവാറും വീടുകളിൽ വൃദ്ധസദനങ്ങളായി നിൽക്കുകയാണ്, അവരെല്ലാം വിദേശത്ത് പോവുകയാണ്. എന്തുകൊണ്ട് പോകുന്നു? ജീവിതമാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട്. അതിനൊരു സൊല്യൂഷനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു വിഷനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ 340 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡയറക്റ്റീവ് ഇൻഡയറക്റ്റീവായിട്ട് കിട്ടുന്ന തൊഴിൽ സാധ്യത 10 കോടിയാണ്. ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള മിനിമം സാമാന്യ വിദ്യാഭ്യാസം, സാമാന്യ വിവരവും, ഒരു വല്ലപ്പോഴും പത്രം വായിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വായിക്കുകയോ, അപ്ഡേറ്റഡ് ആകണ്ടേ? വൺ ഹാസ് ടു ബി അപ്ഡേറ്റഡ്. ഇഫ് യു ആർ ഇൻ ലൈഫ് പൊളിറ്റിക്സ് യു ഷുഡ് ബി അപ്ഡേറ്റഡ് യുവർ സെൽഫ്. അതിനുള്ളൊരു ശ്രമം നടത്തത്തില്ല. ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ കാണിച്ച് നമ്മുടെ യശസ് ലോക മനസാക്ഷിയുടെ മുമ്പിൽ കരിവാരി എങ്ങും കരിയൊന്നും വരി ആർക്കും തേക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ഗംഭീരമായൊരു കോൺക്ലേവായിരുന്നു. അതിന് ഏറ്റവും വലിയ അപ്രീസിയേഷൻ കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രചരണ സമിതി എന്ന് പറയുന്ന സമിതിയുണ്ട്. അതിൻ്റെ ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തലയും ഉപചെയർമാൻ ശ്രീ ശശി തരൂരുമാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ദ ഈവൻറ്റ് ഹാസ് ഗോൺ വെരി വെൽ. ആ ഈവൻറ്റിനകത്ത് റാഫേലുമായി ബന്ധപ്പെട്ടൊരു കരാറും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ ഡീൽ which is implementing a defense methodology for the defense sector. We are making a defense for the defense sector. റഫേലുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല. വളരെ ക്ലാരിറ്റിയോടുകൂടി ഇതേ പറയും, വി ആർ കീപ്പിംഗ് എ ഡിഫൻസ് ഫോർ ദി ഡിഫൻസ് സെക്ടർ. സോ വിദ്യാഭ്യാസമുള്ളവർക്കും വിവരമുള്ളവർക്കും ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതെന്താണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇത് വരുന്ന തലമുറയ്ക്ക്, വരുന്ന സമൂഹത്തിന് എന്താണ് ഗുണം ചെയ്യുന്നത്, ഏതിനും കയറിയും എതിർക്കുക. എന്തിനാണ് എതിർക്കുന്നത് പോലും പറയാം. ഞാൻ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഒന്നും കണക്കി റീസെൻ്റായിട്ട് നമ്മൾ കാര്യം മാത്രം പറയാം. ദാറ്റ്സ് ഇറ്റ്. കോൺഗ്രസ് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഇപ്പം KC വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനൂടെ 87-ൽ അദ്ദേഹം KSU പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഒപ്പമുണ്ടായ ആളാണ്, ഒപ്പം കൂടിയ ആളാണ്. ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് കൊള്ളേണ്ട തല്ല് പോലും കൊണ്ട ആളാണ്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് തലേദിവസം വരെ കോൺഗ്രസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് എന്തുകൊണ്ട് BJP-യിലേക്ക് കയറി എന്നുള്ളത് സമൂഹത്തിൽ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിലുണ്ടായ ഒരു വലിയൊരു കാരണം എന്താണ്? ഇറ്റ്സ് എ മാറ്റർ ഓഫ് പോളിസി. ജനുവരി മാസം 17-ാം തീയതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രി സെല്ലിൻ്റെ ചെയർമാൻ എന്നുള്ള എൻ്റെ പൊസിഷനിങ്ങിൻ്റെ നേതൃത്വത്തിൽ UDF-ൻ്റെ സഹകരണത്തോടുകൂടി കൊച്ചിയിൽ ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചൊരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടക്കുകയുണ്ടായി. അത് പ്യൂർലി UDF ആയിരുന്നു. UDF-ൻ്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവാണ്, ശ്രീ VD സതീശനാണ്. ഒരു 1 ഡേ കോൺക്ലേവ്, 4 സെഷൻസ്, ഓരോ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസുള്ള നല്ല പ്രൊഫൈലുള്ള ഇൻഡസ്ട്രിയലുകൾ പങ്കെടുത്തുകൊണ്ട് അതിനകത്ത് ഉരുത്തിരിയുന്ന ആശയങ്ങൾ നമ്മൾ UDF-ൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അത് ശ്രീ VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. 17-ാം തീയതി ആയിരുന്നു പരിപാടി. 19-ാം തീയതി ഞാൻ അദ്ദേഹത്തിന് ആലപ്പുഴയിൽ വസതിയിൽ വെച്ച് കാണുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കീർത്തി ചക്ര സമ്മാനം. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. VD സതീശനെ കൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിനെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഹോട്ട് കോൺവെർസേഷൻസ് ഉണ്ടായി. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ അതുവരെ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തമ്മിൽ ഇത്ര ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളൊരു ഇത്ര ഡീപ്പായിട്ടൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെന്നുള്ളൊരു ധാരണ എനിക്കില്ലായിരുന്നു. അത് വരക്കിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പോക്ക് നാശത്തിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ദാറ്റ് ഈസ് വാട്ട് വാസ് ഹാപ്പൻഡ്.
ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ട് എടുത്ത തീരുമാനമോ മറ്റൊന്നും. കാര്യം ഇതിൻ്റെ കുറേ നാളുകളായിട്ടുള്ള ഇതിനുള്ള ഒരു പോക്കിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഉള്ളവരെ അംഗീകരിക്കില്ല, ഒരു ക്വാളിറ്റി ഉള്ളവനെ അംഗീകരിക്കില്ല. ഈ ഞാനതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥരാണ്, നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ പൈലിങ് നടത്തുമ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് നടത്തും, ചെയ്ത പൈലിങ് കറക്റ്റാണെന്നാണ്. എൻ്റെ പേരാണ് ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത ടെസ്റ്റ് നട്ടലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ടെസ്റ്റ്. അതിൽ നട്ടലില്ല എന്ന് തെളിയുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഒരാൾക്കൂട്ടമാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആളുകളുടെ ഒരു കൂട്ടം. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹമാണ് എല്ലാം എന്ന് പ്രൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കൂട്ടം. അങ്ങനെ നമുക്കൊരു ആൾക്കൂട്ടമായിട്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഇനിയുള്ള കാലമെങ്കിലും ഒരു സ്വതന്ത്രമായ സ്വച്ഛന്ത വായു ശ്വസിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നത്. കെ.സി. വേണുഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് കേന്ദ്രത്തിലേക്ക് എത്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇവിടെ KSU ആയി, അതിനുശേഷം കേന്ദ്രത്തിലേക്കാണ് നേരെ പോയത്. അപ്പം അദ്ദേഹം കേന്ദ്രത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ വരുന്ന പല തീരുമാനങ്ങൾ എടുക്കുന്നതും അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മുമ്പേ പറഞ്ഞു കെ.സി. വേണുഗോപാൽ പറയുന്നത് മാത്രമേ രാഹുൽ ഗാന്ധി ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം? അദ്ദേഹം KSU പ്രസിഡൻ്റായി കേരളത്തിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി കേരളത്തിൽ, അതിനുശേഷം പിന്നെ അത് AICC സെക്രട്ടറിയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് ശ്രീ A.K. ആൻ്റണി, വയലാർ രവി, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിമാരായിട്ടുണ്ടെങ്കിലും സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പൊസിഷൻ വന്നിട്ടില്ല. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ദൈനംദിന സംഘടനയുടെ കാര്യങ്ങളുടെ വിശകലനം നടത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരാൾ. അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ പേരെടുത്ത് പറഞ്ഞാൽ 10 പേർക്ക് അറിയാവുന്ന നേതാക്കന്മാർ, ഗുലാം നബി ആസാദ് മുതൽ ഏറ്റവും അവസാനമായി മണിശങ്കർ അയ്യർ വരെ ഉള്ളവരെ, കപിൽ സിബലിനെ പോലുള്ള ആളുകളെയൊക്കെ അദ്ദേഹം എന്ത് പുച്ഛത്തോടു കൂടിയാണ് പറയുന്നത്. കപിൽ സിബലിൻ്റെയൊക്കെ വിജ്ഞാനത്തിൻ്റെയും വിവരത്തിൻ്റെയും നോളജിൻ്റെയും ഒരു ലോയർ എന്നുള്ള രീതിയിലുള്ള ഒരു സ്കോളർ ഇൻ എ ലോയർ എന്നുള്ള അവരുടെയൊക്കെ അതിൻ്റെയൊക്കെ 7 അയലത്തല്ല 1000 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കറിയാവുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാം ഹൂ ഇസ് ഹീ എന്നാണ് പറയുന്നത്. അവരോട് പോകാൻ പറയുന്നത് ഇത്ര പുച്ഛത്തിലാണ് രാഷ്ട്രീയത്തോടുള്ള സംസാരം. അതാ ഞാൻ പറഞ്ഞത്, ഹീസ് എ ഗാങ്സ്റ്റർ എന്ന് പറയുന്നതിൻ്റെ കാര്യം. വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ഇതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിയെ പ്ലീസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സം അൺഹോളി അസോസിയേഷൻ ഈസ് ദെയർ. അൺഹോളി അസോസിയേഷൻ, ദാറ്റ് ഈസ് ദ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഗാങ്സ്റ്റർ. അതിനെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കെ.സി. വേണുഗോപാൽ ഇപ്പം എലക്ഷൻ ആയ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ്, ഒരു വീട്ടിൽ ചെന്നിട്ട് കപ്പ പുഴുങ്ങിയത് കഴിക്കുന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഇലക്ഷന് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി നടത്തുന്ന ഓരോ ഇതായിട്ട് തോന്നാറുണ്ടോ? അത് എന്ത് തോന്നി മാഡത്തിനത് കണ്ടിട്ട് തോന്നി? ഇലക്ഷൻ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ കെ.സി. വേണുഗോപാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലാണ്. എനിക്കിന്ന് ഇവിടെ BJP സംസ്ഥാന കമ്മിറ്റി എന്നുള്ള നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മൻ കി ബാത്തും ഒരു കുടുംബയോഗം, മൻ കി ബാത്തും കുടുംബയോഗം സംയുക്തമായിട്ട് നടന്നു. അത് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത്, ഞങ്ങൾക്ക് 3 പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഈ പഞ്ചായത്തിൽ. അത് ആ വീട്ടിൽ വെച്ച് ആ യോഗം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. എൻ്റെ വീട്ടിൽ ഈ പഞ്ചായത്തിലാണ് എൻ്റെ വീട്. എത്രയോ പ്രാവശ്യം ശ്രീ കെ.സി. വേണുഗോപാൽ വന്നിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കപ്പ കഴിച്ചിട്ടുണ്ട്, മുളക് ചമ്മന്തി കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഇത് അഭിനയിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. ഇത് ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. എല്ലാവരും ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള മൂവ്മെൻറ്റ്, ചലനങ്ങൾ, സംഭാഷണം, ഭക്ഷണ രീതി, രുചി, മണം എല്ലാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഈ പുതിയ തലമുറ KS യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വന്നിരിക്കുന്ന ഒരു അപജയം ഇതിവർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾ ഈ മുതിർന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് കണ്ടുപിടിക്കുന്നത്. പാലക്കാട് പ്രതിനിധീകരിച്ച MLA ക്കുണ്ടായ അപജയം നമ്മൾ കണ്ടു.
തീർച്ചയായും. അത് യുദ്ധഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന ഇതെല്ലാം ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൽ കൂടെ റീലുകളിൽ കൂടെ ജീവിച്ച് റിയാലിറ്റി വർക്കുകളാണ്. PR വർക്കുകളും റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമില്ലാതെ വന്ന കുമിളകളാണ്. ഒരു മുട്ടുസൂചി വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ആ കുമിള പൊട്ടിപ്പോകും. തീർച്ചയായും. സ്ഫുടം ചെയ്ത് വന്നിട്ടുള്ളതല്ല, തീയിൽ കുരുത്ത് വന്നതൊന്നുമല്ല ഇത്. ഇത് ഒരു ഒരു എന്താ പറയുന്നത്, ബേബി ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ നമ്മൾ വളർത്തി വെയിലത്തോട്ട് വിടുമ്പോഴത്തേക്ക് തലയിറക്കി താഴെ വീഴത്തില്ലേ, അതാണ് സംഭവിച്ചത്. പിന്നെ വേറൊരു കാര്യം പറയാം, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോഴത്തേക്ക് ഒരു സംസ്ഥാന ക്യാമ്പാണത്. അപ്പോൾ അതിനകത്ത് KC വേണുഗോപാൽ വളരെ വികാരാധീനനായിട്ട് ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഒരു ഡയലോഗ് അദ്ദേഹം അടിച്ചു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള സന്തോഷം എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് രാഹുൽ പഠിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ സന്തോഷം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അതാണിപ്പോൾ 3 FIR വീണത്, കുറച്ച് ദിവസം വിശ്രമം എടുക്കേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോട്ടൊന്ന് ടോർച്ചടിച്ച് നോക്കിയാലുണ്ടല്ലോ, എല്ലാവരുടെയും ആ സന്ദേശത്തൊക്കെ ഭയങ്കരമായ സന്ദേശമാണ്. പക്ഷേ ആ സന്ദേശത്തെ അത് എങ്ങനെ പിടിച്ചു നിൽക്കുക, അതൊരു റോൾ മോഡൽ ടു സ്റ്റഡി ഹൗ എ പൊളിറ്റീഷ്യൻ ക്യാൻ സർവൈവ് ഇൻ ദ നാഷണൽ ലെവൽ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദ അട്രോസിറ്റീസ് കീപ്പിങ് ആ തൂവെള്ള കതറിനകത്ത് അരിമണിയുടെ തെറ്റുപോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, അത് അപാരമായ തൊലിക്കട്ടി എന്നുള്ളതല്ല, ഇറ്റ്സ് എന്താ പറയുക ബയോളജിക്കൽ പ്രോഡക്റ്റ്. സാധാരണ മനുഷ്യനെ കൊണ്ട് സംഭവിക്കാൻ പറ്റുന്ന കാര്യം പിടിച്ചു നിൽക്കുക. കാരണം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. ഇനിയോ നെക്സ്റ്റ്